നമസ്കാരം. നമ്മുടെ ഓൺലൈൻ കീബോർഡ് ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ 19ാം ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗം തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. കുറച്ച് സമയമെടുത്ത് നമ്മൾ പരിശീലനം ചെയ്യേണ്ട, അല്ലെങ്കിൽ കുറച്ച് സമയമെടുത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോർഷനാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ഒരിക്കൽ കൂടി എല്ലാവരെയും ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ തീർത്തും സൗജന്യമായിട്ട് നൽകുന്ന ഒരു പരിശീലന പ്രോഗ്രാമാണ്. ആർക്കും, ഏത് മേഖലയിലുള്ളവർക്കും ആർക്കും ഇത് പ്രയോജനപ്പെടുത്താം. സ്വന്തമായിട്ട് കോഴ്സ് ഫോളോ ചെയ്ത് കോഴ്സ് വിളിച്ച് വായിക്കാൻ സാധിക്കുന്ന ഒരു അറേഞ്ചർ കീബോർഡ്, ഏത് ബ്രാൻഡിൻ്റെ ഏതിലും ഒരു അറേഞ്ചർ കീബോർഡ് സ്വന്തമായിട്ട് വേണം എന്നുള്ള ഒറ്റ ഒരു നിബന്ധന മാത്രമേ നമ്മളിനകത്ത് വെക്കുന്നുള്ളൂ. ഒരിക്കൽ കൂടി എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 19ാമത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മളിന്ന് കാണുന്നത് നമ്മൾ സി മേജർ മുതൽ ഏതാണ്ട് ഡി ഷാർപ്പ് മൈനർ വരെയുള്ള കോഴ്സാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പഠിച്ചത്. ഡി ഷാർപ്പ് മൈനർ വരെ നമ്മൾ പഠിച്ച് നിർത്തി. നമ്മൾ ഇന്ന് കാണുന്നത് നമ്മൾ ഒരു പാട്ട്, ഇപ്പം സി മേജർ അറിയാം, സി മേജർ, അതുപോലെ സി മൈനർ, അതുപോലെ സി ഷാർപ്പ് മൈനർ, പിന്നെ ഡി മേജർ, ഡി മൈനർ, ഡി ഷാർപ്പ് മൈനർ, ഇത്രയാണ് നമ്മൾ പഠിച്ചത്. അപ്പം ഈ 1, 2, 3, 4, 5 ആളം ഉള്ള സ്കെയിലും അതിൻ്റെ റൂട്ടുകളും അതിൻ്റെ റിലേറ്റഡ് കോഡ്സുമാണ് നമ്മൾ ഈ 1 മുതൽ 18 വരെയുള്ള കഴിഞ്ഞ 18 വരെയുള്ള ക്ലാസ്സിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ പഠിച്ച ഏതെങ്കിലും ഒരു സ്കെയിലിൽ ഒരു പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ, ആ സ്കെയിലൊരു പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് എങ്ങനെയാണ് അതിൻ്റെ സ്കെയിൽ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ആ പാട്ട് ഏത് സ്കെയിലാണ്, നമ്മൾ ഈ പഠിച്ച ഏതെങ്കിലും സ്കെയിലാണ് കിടക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് എങ്ങനെ അറിയാം. ഇതാണ് നമ്മളൊന്ന് കാണാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 പാട്ടുകൾ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പാട്ടുകൾ ഞാനൊന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എങ്ങനെ ആ പാട്ടിൻ്റെ സ്കെയിൽ നമുക്ക് കീബോർഡിൽ എങ്ങനെ നമ്മൾ പഠിച്ച ഏതെങ്കിലും റൂട്ടിലാണോ ഏതെങ്കിലും സ്കെയിലാണോ ആ പാട്ട് കിടക്കുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒരു പാട്ട് ഞാനൊന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ, ഒന്ന് കേൾപ്പിക്കാം, ഒന്ന് കേൾക്കാം. ഇതാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഒരു പാട്ട്. നമ്മൾ പാട്ട് കേട്ട് കഴിഞ്ഞു. ആ പാട്ട് നമ്മൾ ഏത് സ്കെയിലാണ്, അത് നമ്മൾ പഠിച്ച ഏതെങ്കിലും സ്കെയിലാണോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്കിതിന് പ്രത്യേകിച്ചൊരു ടെക്നിക്കുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മെത്തേഡോ സോഫ്റ്റ്വെയറോ ഒന്നുമില്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ പാട്ട് നമ്മളൊന്ന് മൂടുക. ഇങ്ങനെയാണ്, അതാണ് പാട്ട് കിടക്കുന്നത്. അപ്പം ഇത് എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പം ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആ പാട്ടിൻ്റെ സ്വരം ഒന്ന് മനസ്സിലാക്കുക. ഇപ്പം അത് നമുക്ക് അറിയാൻ പെട്ടെന്ന് നമുക്ക് ആ ടോണോട് ചേർന്ന് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം. നമ്മൾ ആദ്യം തന്നെ പഠിച്ചു കഴിഞ്ഞു. കീബോർഡിൻ്റെ നമുക്ക് 2 ഭാഗമായിട്ട് തിരിക്കാൻ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ കണ്ടു കഴിയണത്. വലത്തേക്ക് പോകും തോറും കീബോർഡിൻ്റെ സ്വരം കൂടി വരും. അപ്പം വലത്തേക്ക് പോകുന്നവരും കീബോർഡ് സ്വരം എന്ന് പറഞ്ഞാൽ ശബ്ദങ്ങൾ വലത്തേക്ക് പോകുന്നവരും കൂടി വരുന്നു. ഇടത്തേക്ക് വരുന്നവരും ശബ്ദം കുറഞ്ഞു വരുന്നു. അപ്പം ഇങ്ങനെയായിരിക്കും ഏത് പാട്ടിൻ്റെയും നമ്മളിപ്പോൾ ഒരു പാട്ടെന്നല്ല, ഏത് ശബ്ദം എടുത്താലും അതിൻ്റെ ഒരു ക്രമം. ഒന്നെങ്കിൽ ആ ശബ്ദം കൂടി നിൽക്കും, അല്ലെങ്കിൽ ആ ശബ്ദം കുറഞ്ഞായിരിക്കും. ആ ശബ്ദം കൂടി വരികയാണെങ്കിൽ അത് നമ്മൾ കീബോർഡിൻ്റെ കട്ടകളിൽ എടുക്കുമ്പോൾ അത് വലത്തേക്ക് പോയിക്കൊണ്ടിരിക്കും, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കുറഞ്ഞാണ് വരുന്നതെങ്കിൽ കീബോർഡിൻ്റെ ഇടത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ ബേസിക്കായിട്ട് നമ്മൾ ഏറ്റവും അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇനി അത് എങ്ങനെയൊക്കെ ചിട്ടപ്പെടുത്തി ക്രമത്തിലാണ് അങ്ങനെയാണ് ഒരു പാട്ടിലേക്ക് വരിക. നമ്മളിപ്പം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു ക്രമമില്ല, അതിനൊരു ചിട്ട എന്ന് പറയാൻ പറ്റില്ല, അത് കൂടി പോകുന്നവർ. പക്ഷെ ഒരു പാട്ടിലേക്ക് വരുമ്പം അതിനകത്ത് ചില ശബ്ദങ്ങൾ പുറത്ത് കൂടി നിൽക്കും, ചില ശബ്ദങ്ങൾ കുറഞ്ഞു നിൽക്കും,
അതൊക്കെ അങ്ങനെ ചിട്ടപ്പെടുത്തി കമ ഒരു പാട്ടാകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ശബ്ദം അല്ലെങ്കിൽ അതിനൊരു ബേസിക് ആയിട്ടുള്ള ഒരു ടോണുണ്ട്, ഒരു സ്കെയിലുണ്ടാവും. ആ സ്കെയിലിലാണ് ആ പാട്ട് മുഴുവൻ കിടക്കുക. അപ്പോൾ നമുക്ക് ഈ പാട്ട് അല്ലിയാമ്പൽ കടന്നുള്ള പാട്ട് നമ്മൾ ഒന്നുകൂടെ എടുത്ത് നോക്കണം. ആ അല്ലിയാമ്പൽ കടലിലും അപ്പം നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ആ പാട്ട് നമ്മൾ കേട്ടു. ആ പാട്ടിന്റെ ഫസ്റ്റ് ലൈൻ തന്നെ നമ്മളൊന്ന് ഒന്ന് എടുത്തു നോക്കുക. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മൾ പഠിച്ച ഒരു സ്കെയിൽ റൂട്ടുണ്ട്. ഇത് നമ്മൾ പഠിച്ച റൂട്ട്, അതായത് സി മേജർ. നമുക്കറിയാം സി മേജറിന്റെ ആരോഹണം അവരോഹണം. അപ്പം അതിന്റെ പാട്ടുകൾ ആദ്യത്തെ ലൈൻ തന്നെ വരും. നമുക്കറിയാം അപ്പം നമ്മൾ ആ പഠിച്ച സി മേജർ എന്ന ആ സ്കെയിലിൽ തന്നെയാണ് ഇത് വന്ന് നിൽക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ മുഴുവൻ ലൈനുകളും അത് തന്നെയാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു പാട്ടിന്റെ ഫസ്റ്റ് ലൈൻ ആയിരിക്കും അതിന്റെ ബേസിക് കോഡ് എന്ന് പറയുക. ഏത് പാട്ടിന്റെ ഫസ്റ്റ് ലൈൻ. ചിലപ്പോൾ ആ പാട്ട് തുടങ്ങുന്ന ആദ്യത്തെ അക്ഷരത്തിൽ ചിലപ്പോൾ ആദ്യത്തെ അക്ഷരം അല്ലിയാമ്പൽ ആദ്യത്തെ ലൈനിൽ തന്നെ ആ ലൈനിന്റെ തുടക്കത്തിൽ തന്നെ ചിലപ്പോൾ നമുക്ക് ബേസിക് കോഡ് കിട്ടും. ചില പാട്ട് ആ ലൈനിന്റെ അവസാനത്തിലായിരിക്കും ചിലപ്പോൾ നമുക്ക് ബേസിക് കോഡ് കിട്ടുക. അത് ഓരോ പാട്ടിന്റെ സംഗീത സംവിധാനം അതിന്റെ സംവിധാനം ചെയ്തിരിക്കുന്നതിനനുസരിച്ചായിരിക്കും അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പം ഇങ്ങനെ മനസ്സിലാക്കുക, ഏത് പാട്ടിന്റെ ഫസ്റ്റ് ലൈനിൽ തന്നെ ആ ലൈനിന്റെ അവസാനമോ അതിന്റെ ആരംഭത്തിലോ നമുക്ക് അതിന്റെ ബേസിക് കോഡ് നമുക്ക് കിട്ടും. അത് നമുക്ക് വായിച്ച് കീബോർഡിൽ നമുക്ക് ആ ശബ്ദം എടുത്ത് നോക്കിയാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിന് പ്രത്യേകിച്ച് ഒരു ടെക്നിക്കോ ഒരു സോഫ്റ്റ്വെയറോ സൂത്രപ്പണിയോ ഒന്നുമില്ല. അപ്പം നമ്മൾ ആ പാട്ട് കേൾക്കുക, നമ്മൾ കീബോർഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഴ്സിലൂടെ പാട്ടൊന്നൊന്ന് കേൾക്കാം. ഒരിക്കൽ കൂടി ഞാൻ ആ പാട്ട് തരാം. അപ്പം ആദ്യത്തെ ലൈനിൽ തന്നെ നമുക്ക് കിട്ടി. അപ്പം അല്ലിയാമ്പൽ ആ എന്ന് പറയുന്നത് തന്നെ സിയിലാണ് വരുന്നത്. അപ്പം സി മേജർ. അപ്പം നമുക്ക് ആ പാട്ടിന് ഈ പാട്ടിൻ്റെ പ്രത്യേകത വെച്ചാൽ അതിൻ്റെ ആദ്യത്തെ ലൈനിൻ്റെ ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് അതിൻ്റെ കോള് ആ ഫസ്റ്റ് നോട്ട് കിട്ടി. അപ്പം ആ ഫസ്റ്റ് ലൈനിൻ്റെ സ്റ്റാർട്ടിങ് നോട്ടിൽ തന്നെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് അതിൻ്റെ കോള് കിട്ടി. അപ്പം സി മേജർ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു പാട്ട് തിരിച്ചറിയാൻ. ഇത് പെട്ടെന്ന് ഒരു പാട്ട് കണ്ടെന്നുള്ളത് മാത്രം നമുക്ക് പെട്ടെന്ന് അത് ബൈഹാർട്ടാകത്തില്ല. ഈ മാതിരിയുള്ള പല പാട്ടുകൾ നമ്മൾ കേൾക്കുക. അത് അല്ലിയാമ്പൽ കടലെന്നുള്ളൊരു ഫിലിം ട്യൂൺ എടുത്ത് മാത്രമേ ഉള്ളൂ. ഇനി ഇപ്പം നമ്മൾ കണ്ടത് ഈ പാട്ടിൻ്റെ ഫസ്റ്റ് ലൈനിൽ തന്നെ ഫസ്റ്റ് ലൈനിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ കോഡ് കിട്ടി. ഇനി ചില പാട്ടുകളുണ്ട് ഫസ്റ്റ് ലൈനിൻ്റെ അവസാനമായിരിക്കും കോഡ് കിട്ടുക. അങ്ങനെയുള്ളൊരു പാട്ട് ഞാൻ സെലക്ട് ചെയ്യാം. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പാടുന്ന മുഖം ഇതും സി മേജർ തന്നെ കിടക്കുന്നൊരു പാട്ടാണ്. പക്ഷെ അതിന്റെ തുടക്കത്തിലല്ല അതിന്റെ ബേസിക് കോഡ് കിടക്കുന്നത്. തുടക്കം എന്ന് പറയുന്നത് ഇതിലാണ്. നമുക്കറിയാം ഒരു കോഡ് എന്ന് പറയുന്നത് 3 നോട്ടാണ്. അതിന്റെ ഫസ്റ്റ് നോട്ട് ഇത്, സെക്കൻഡ് നോട്ട് ഇത്, തേർഡ് നോട്ട് ഇത്. സി മേജർ ആണിത്.
അപ്പം സി മേജറിലേക്ക്. അപ്പം ആ പാട്ടിന്റെ ആ രണ്ടാമത്തെ ലൈനിന്റെ അവസാനമാണ് അതിന്റെ ബേസിക് നോട്ട് ശരിയാണ്. നമ്മൾ ആദ്യം കണ്ട അല്ലിയാമ്പലത്തിലെ പാട്ട് കണ്ടു, അതിന്റെ ആദ്യത്തെ ആ ലൈനിന്റെ ഫസ്റ്റ് നോട്ടിൽ തന്നെ നമുക്ക് അതിന്റെ ബേസിക് നോട്ട് കിട്ടി. എന്നാൽ ഈ ഇവിടെ വന്നപ്പോൾ നമുക്ക് കിട്ടിയത് ആ ലൈൻ തീരുമ്പോൾ നമുക്ക് അതിന്റെ സെക്കൻഡ് നോട്ടിലേക്ക് വന്നിരിക്കാം. അപ്പോൾ ബേസിക് നോട്ട് നമുക്ക് ബേസിക് കോഡ് കിട്ടിയത് ആ രണ്ടാമത്തെ ലൈൻ്റെ എൻഡിങ്ങിലാണ് നമുക്ക് ആ പാട്ടിന്റെ ബേസിക് കോഡ് കിട്ടുക. ഇങ്ങനെയാണ് പാട്ടിൽ നമ്മൾ വ്യത്യാസം. ചില പാട്ടിന്റെ ബേസിക് കോഡ് സി തന്നെ ആയിരിക്കും, പക്ഷെ ആ പാട്ടിന്റെ ഫസ്റ്റ് ലൈനിൽ തന്നെ ചിലപ്പോൾ നമുക്ക് അതിന്റെ കോഡ് കിട്ടും. ചില പാട്ടിന്റെ അത് കിട്ടുന്നത് ആ ഒരു ലൈൻ കഴിഞ്ഞ് ചിലപ്പം ഒരു ലൈൻ്റെ അവസാനമായിരിക്കും, ചിലപ്പം അല്ലെങ്കിൽ അതിന് രണ്ടാമത്തെ ലൈനും കഴിയുമ്പോൾ വരുമ്പോഴായിരിക്കും അതിന്റെ ബേസിക് കോഡിലേക്ക് വരിക. അപ്പം ഇതാണ് നമ്മൾ ഒരു പാട്ടിന്റെ കോഡ് അല്ലെങ്കിൽ ബേസിക് കോഡ് കണ്ടുപിടിക്കാനുള്ള ഏക വഴി. ഇത് അത്ര പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് പ്രാക്ടീസ് വഴി മാത്രമേ നമുക്കിത് കിട്ടുള്ളൂ. നമ്മൾ പരമാവധി വായിക്കുക, കഴിവതും നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു സ്വരം കേട്ടാൽ ആ സ്വരം എവിടാണ് കീബോർഡിന്റെ കട്ടയെ നമ്മൾ തപ്പിപ്പിടിക്കുക. ആ തപ്പിപ്പിടിക്കാനുള്ള ആ ഒരു കഴിവ് അത് പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് പാട്ടിന്റെ സ്കെയിൽ നമുക്ക് അതിന്റെ കോഡ് അറിയാമെങ്കിൽ നമുക്ക് ആ കൃത്യമായിട്ട് എടുക്കാൻ പറ്റും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും കാര്യം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു, ഒരു കീബോർഡിന്റെ വലത്തേക്ക് പോകുന്തോറും അതിന്റെ സ്വരങ്ങളുടെ അതിന്റെ ലെവൽ കൂടി വന്നുകൊണ്ടിരിക്കും. ഇടത്തേക്ക് പോകുന്നതോറും സ്വരത്തിന്റെ ലെവല് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഈ കൂടിയ സ്വരം കൂടിയ ഭാഗത്ത് പിടിക്കുക, കുറഞ്ഞ ഭാഗം സ്വരം ലോ പിച്ചിലുള്ള ലോ ഭാഗത്ത് പിടിക്കുക. അതായത് ഹൈയിലേക്ക് പോകുന്നു, വലത്തേക്ക് പോകുന്നു, ലോയിലേക്ക് വരുന്ന ഇടത്തേക്ക് പോകുന്നു. ഇത്രയേ ഉള്ളൂ. ഏത് പാട്ടും ആ ഒരു ക്രമത്തിലായിരിക്കും. അതിൽ കൂടിയ സ്വരം ഉണ്ടാവും, കുറഞ്ഞ സ്വരം ഉണ്ടാവും. അതെവിടെ കിടക്കുന്നു എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളത് അതാണ് നമ്മുടെ കർത്തവ്യം. അതിനാണ് നമ്മൾ കോഡും അതിൻ്റെ റൂട്ടും നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ പഠിച്ച നമ്മൾ ഡി ഷാർപ്പ് മൈനർ വരെയാണ് നമ്മളിപ്പം പഠിച്ചു കഴിഞ്ഞത്. അതിൽ ആദ്യം പഠിച്ചൊരു ഭാഗമായിരുന്നു സി മേജർ. ആ സി മേജറിലുള്ള 2 പാട്ടാണ് ഞാൻ കാണിച്ചത്. ഇനി ഈ പാട്ടിന് ബീറ്റുണ്ട്, ആ ബീറ്റും അതെങ്ങനെയാണ് ബീറ്റ് അനുസരിച്ച് കോഡ്സ് ചേഞ്ച് ചെയ്യാം, ഇതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പം അടുത്ത ഒരു പാട്ട് നമ്മൾ ഇന്ന് കണ്ട ഒരു പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ സി മേജർ ആണോ ഏത് മേജർ അത് മൈനർ ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളത് അതിൻ്റെ വഴിയാണ്, എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞത്. അതായത് പാട്ടാദ്യം നമ്മളിന്ന് കേൾക്കുക, അതിൻ്റെ ഫസ്റ്റ് ലൈൻ വായിച്ചു നോക്കുക, ഒന്ന് കീബോർഡിനടുത്ത് നോക്കുക. അപ്പം ആ പാട്ടിന്റെ സി മേജർ പാട്ടാണ്. അതിന്റെ ആ ഫസ്റ്റ് നോട്ടിൽ തന്നെ നമുക്ക് അതിന്റെ കോഡ് കിട്ടി. മറ്റേത് നമ്മൾ കണ്ട ഒരു ക്രിസ്ത്യൻ പാട്ടാണ്. കുരിശിന് വേണ്ടി ഒരു പ്രധാനപ്പെട്ട നമ്മൾ പരക്കെ അറിയപ്പെടുന്ന ഒരു പാട്ടാണ് കുരിശിൽ മരിച്ചവരായി. ആ പാട്ടിന് ഫസ്റ്റ് ലൈൻ നോട്ട് ആരംഭിക്കുന്നത് ഈ സി മേജറിന്റെ 3ാമത്തെ നോട്ടിലാണ്. അപ്പം അവിടെ അതിന് 2ാമത്തെ ലൈൻ തീരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ബേസിക് കോഡ് കിട്ടുന്നത്. അപ്പം ഇങ്ങനെയാണ് ഓരോ പാട്ടുകളും വ്യത്യസ്തമായിരിക്കുന്നത്. ചിലപ്പോൾ അതിൻ്റെ ഫസ്റ്റ് നോട്ടിൽ തന്നെ ഫസ്റ്റ് ലൈനിൽ തന്നെ അതിൻ്റെ ബേസിക് കോഡ് നമുക്ക് കിട്ടും. ചിലത് 2ാമത്തെ ലൈനിലായിരിക്കും കിട്ടുക. അതാണ് ചിലപ്പോൾ ഫസ്റ്റ് ലൈനിൻ്റെ അവസാനം കിട്ടും, ചിലത് സെക്കൻഡ് ലൈനിൻ്റെ തുടക്കത്തിൽ കിട്ടും, ചിലത് 2ാമത്തെ ലൈനിൻ്റെ അവസാനമായിരിക്കും നമുക്ക് ബേസിക് കോഡിലേക്ക് വന്നു വരിക. അപ്പം പിന്നെ നമുക്ക് ആ പാട്ട് വായിക്കാൻ എളുപ്പമായി. ആ ബേസിക് കോഡിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ആ പാട്ടിനെ മുഴുവൻ കോഡിലൂടെ റൂട്ടുമെല്ലാം കിടക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ഈ പാട്ടുകൾ ചേർത്ത് വായിക്കാനുള്ള അതിൻ്റെ 1ാമത്തെ സ്റ്റെപ്പ്. ഇനി അതിന് പല സ്റ്റെപ്പുണ്ട്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കണ്ടുപിടിക്കും. അപ്പം ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, മനസ്സിലാക്കുക. തൽക്കാലം ഈ അല്ലിയാമ്പൽ എന്നുള്ള പാട്ടും ഈ കുരിശിൻ മരിക്കാനുള്ള പാട്ടും നമുക്ക് നെറ്റിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. വീഡിയോയിലൊക്കെ കിടപ്പുണ്ട്, അതൊന്ന് എടുത്ത് ഡൗൺലോഡ് ചെയ്യുക. അതിലും എന്തെങ്കിലും സോഴ്സ് വെച്ച് കേട്ടുകൊണ്ട് അതൊന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്യാനുള്ള എളുപ്പ വഴി കിട്ടുകയും ചെയ്യും. ഓക്കെ, നമ്മുടെ 19ാമത്തെ ക്ലാസ് ഇന്നിവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ കണ്ടത്. ഒരു കീബോർഡിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട
ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ചില ഭാഗങ്ങളാണ് നമ്മളൊന്ന് ഈ ക്ലാസ്സിൽ കണ്ടത്. ഒരു പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് മുൻകൂട്ടി അറിയാതെ തന്നെ അതിൻ്റെ സ്കെയിൽ ഏതാണ്, അതിൻ്റെ റൂട്ട് ഏതാണ് എന്നൊക്കെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഓരോ പാട്ടും ഓരോ വ്യത്യസ്തമായ സ്കെയിലിലും ഓരോ റൂട്ടിലൊക്കെ ആയിരിക്കും കിടക്കുക. അത് എങ്ങനെയാണ് നമ്മളൊരു കീബോർഡിൽ അത് തപ്പിപ്പിടിച്ച് അത് നമ്മൾ നോക്കി കണ്ടെത്തുക എന്നാണ് നമ്മളിന്ന് കണ്ടത്. ഇന്നും ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ ധാരാളം പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും ഇനി നമ്മൾ കാണാറുണ്ട്, അറിയാറുണ്ട്. അപ്പം ഇന്ന് പഠിച്ച ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മളൊന്ന് സമയമെടുത്ത് പ്രാക്ടീസ് ചെയ്യുക. എന്തുമാത്രം പ്രാക്ടീസ് ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് കിട്ടുന്നത്. അതുകൊണ്ട് പരമാവധി സമയമെടുത്ത് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ നമുക്ക് ക്ലാസ്സുകളിപ്പം ഓരോ ആഴ്ചയിലുമായിരുന്നു വന്നിട്ടിരുന്നത്. അത് കുറച്ചുകൂടി ഒരു പ്രാക്ടീസിനും അത് മാത്രമല്ല ഇതിനോടിടയ്ക്കൊക്കെ ധാരാളം ആൾക്കാർ പല ഘട്ടങ്ങളിലും ചേരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഏറെക്കുറെ ഒരു ക്ലാസ്സിനൊപ്പം വരുന്നതിന് വേണ്ടിയാണ് നമ്മളിപ്പം 2 ആഴ്ചയിൽ ഒരിക്കലായിരിക്കും ക്ലാസ്സുകൾ വേണ്ടി ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ധാരാളം സമയം കിട്ടും. സമയമെടുത്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക. മറ്റുള്ള ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക. എന്തെങ്കിലും വിവരങ്ങളൊക്കെ അറിയുകയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ വിവരങ്ങളും ചേർത്ത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ചേർത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്, ഇമെയിൽ അയക്കാവുന്നതാണ്, ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിളിച്ചാലും ഞാൻ അവൈലബിൾ ആണ്. എന്ത് സംശയവും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ക്ലാസ് സംബന്ധിച്ച ഈ 10ാമത്തെ ക്ലാസ്സിൽ സംബന്ധിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. നമസ്കാരം.